മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്ന MT വാസുദേവൻ നായർ നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിലെല്ലാം പ്രതിഭ തെളിയിച്ച മഹാനായ കേരളീയൻ എന്ന് നമുക്ക് അഭിമാനിക്കാം. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇദ്ദേഹം MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. കൂടാതെ അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് പത്മഭൂഷൺ ജ്ഞാനപീഠ എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം എന്നിവയെല്ലാം ലഭിച്ചിട്ടുണ്ട്. MTയുടെ ചന്തു. 16-ാം നൂറ്റാണ്ടിലെ വടക്കൻ കേരളമാണ് കഥാസന്ദർഭം. പാണന്റെ പാട്ടിലൂടെ മാലോകരെല്ലാം കേട്ട് കാതു തഴമ്പിച്ച ഒരു ചതിയുടെ കഥയും ചന്തുവുമാണ് കേന്ദ്ര കഥാപാത്രം. നിരവധി പ്രശസ്തരായ കഥാപാത്രങ്ങളിൽ നിന്നും പുത്തൂരം വീടിൻ്റെ തറവാടിത്തത്തെയും എല്ലാം പിന്തള്ളി MT തൻ്റെ ഭാവനാ സങ്കല്പങ്ങളുടെ വാതിൽ തുറന്ന് ചരിത്രത്തിൽ എന്നും നിറമങ്ങിക്കിടന്ന ഒരു കഥാപാത്രം. പിതാവിനാൽ ബാല്യത്തിലെ ആത്മാഭിമാനം നഷ്ടമായ അനാഥനായ പുത്തൂരം വീടിൻ്റെ തറവാട്ടു മഹിമയ്ക്കുള്ളിൽ നിഷ്പ്രഭനായ ചരിത്രം പിന്നീട് ചതിയനെന്ന് മുദ്രകുത്തിയ ചന്തു എന്ന നിസ്സഹായ കഥാപാത്രത്തിൻ്റെ മനോവ്യതകളിലേക്കായിരുന്നു. വടക്കൻ പാട്ടിൻ്റെ താളം ഈ ചതിയൻ്റെ പേരുകൂട്ടി താളത്തിലൊപ്പിച്ച് പാടിപ്പൊലിപ്പിച്ച കഥയുടെ മറുപുറത്തേക്ക് MT തൻ്റെ തൂലിക ചലിപ്പിച്ചപ്പോൾ ചരിത്രത്താളുകളിൽ നിന്നും മലയാളിയുടെ മനസ്സിലേക്ക് ശാപമോക്ഷം ലഭിച്ച കഥാപാത്രമായി മാറി ആ പഴയ ചതിയൻ ചന്തു. മമ്മൂട്ടി എന്ന മഹാനായ വിസ്മയം ആ കഥാപാത്രത്തിന് ജീവൻ നൽകി. മനസ്സിൽ മായാത്ത മുറിവായി, ഒരു വിങ്ങലായി, മനോവ്യതയായി മാറി പ്രേക്ഷകന് ചന്തു. അതെ, MTയുടെ ചന്തു. കഥയുടെ കേന്ദ്ര കഥാപാത്രമായ ചന്തു ഒരു ദാരിദ്ര്യ ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യനാണ്. അവൻ്റെ മാനസിക സംഘർഷങ്ങളും ജീവിതത്തിൻ്റെ കഠിന സത്യങ്ങളും കഥയിൽ പ്രതിഫലിക്കുന്നു. ചന്തുവിൻ്റെ മനസ്സിൻ്റെ കോണിൽ ഭീതിയും നിരാശയും നിറഞ്ഞു കിടക്കുന്നു. ചന്തു നേരിടുന്ന വിഷമങ്ങൾ, അവൻ്റെ അനുഭവങ്ങൾ, പരിസരസ്ഥിതികൾ എന്നിവയെ പ്രതിപാദിക്കുമ്പോൾ കഥാകൃത്ത് സമൂഹത്തിലെ സാധാരണ മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ നിറഞ്ഞ യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിക്കുന്നു. ചന്തുവിൻ്റെ ജീവിതം മനുഷ്യൻ്റെ അകത്തുള്ള വികാരങ്ങളെ ആഴത്തിൽ വിവരിക്കുന്നു. സമൂഹം എത്രത്തോളം വ്യക്തികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, അവൻ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതെല്ലാം കഥയിൽ വ്യക്തമാണ്. MTയുടെ ലളിതവും അതേസമയം തീവ്രമായ ഭാഷ, മനുഷ്യൻ്റെ മനസ്സിനെ അഗാധമായി മനോഹരമായി അവതരിപ്പിക്കുന്ന ശൈലി, യാഥാർത്ഥ്യത്തിൻ്റെ കരുത്തുറ്റ ചിത്രീകരണം. ചന്തു എന്ന കഥാപാത്രം പ്രേക്ഷകന്റെ മനസ്സിൽ ഇടിച്ചു കയറുന്നു. പരമ്പരാഗതമായ കാഴ്ചപ്പാടിൽ വടക്കൻ പാട്ടുകളിൽ ചന്തു ചേകവർ വഞ്ചകനായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ആരോമൽ ചേകവൻ്റെ വിശ്വസ്തനായി എത്തിയ ചന്തു ആരോമലിനെ വഞ്ചിച്ച് കൊന്നയാളാണ് എന്നിവയിൽ കാണുന്നു. ഉണ്ണിയാർച്ചയെയും വഞ്ചിച്ചതായി കാവ്യങ്ങളിൽ കാണാം. ചരിത്രത്തിൽ നിന്ന് ഇതെല്ലാം തെളിവായി എടുക്കാനാകില്ലെങ്കിലും MT തൻ്റെ വടക്കൻ വീരഗാഥ എന്ന തിരക്കഥയിലൂടെ ചന്തുവിനെ പുതിയ ദൃഷ്ടികോണിൽ അവതരിപ്പിക്കുന്നു. ചന്തു വഞ്ചകനല്ല, ദുർഭാഗ്യവാനായാണ് MT ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ശാപബാധിതമാണെന്ന് MT സൂചിപ്പിക്കുന്നു. കളരിപ്പയറ്റിൽ നല്ല പ്രാവീണ്യമുണ്ടെങ്കിലും ചന്തുവിന് ജീവിതത്തിൽ ജയിക്കാൻ കഴിയുന്നില്ല. ആരോമലിനോടുള്ള സൗഹൃദവും മത്സരവുമാണ് അവൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത്. അവന് നീതിയില്ലാത്ത രീതിയിൽ അപമാനിക്കപ്പെടുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നു. ചിരുദേവിയോടുള്ള സ്നേഹം അവൻ്റെ ജീവിതത്തിൽ നിർണായകമാകുന്നു. എന്നാൽ അവൾക്ക് തന്നെ അവൻ്റെ ദുഃഖത്തിലാക്കുന്ന കഥാപാത്രമായി മാറേണ്ടി വന്നു. ആരോമൽ കളരിപ്പയറ്റിൽ അപകടത്തിൽപ്പെട്ട് ഭരിക്കുന്നതിന് ഉത്തരവാദിത്വം ചന്തുവിനെയും പിന്തുടരുന്നു. MTയുടെ ചന്തുവിൻ്റെ മനോവ്യതകൾ മമ്മൂട്ടി എന്ന മഹാനടൻ്റെ നടന വിസ്മയത്തോടുകൂടി പ്രേക്ഷക മനസ്സിൽ ജീവനുറ്റ കഥാപാത്രമായി ചന്തുവിൻ്റെ മനോഹരതകൾ പ്രേക്ഷകന്റെ മനോവ്യതയായി അവരേറ്റെടുത്തു. MTയുടെ ചന്തു നമ്മോട് പറയുന്നത്, ജീവിതം പടച്ചൊരുക്കിയ സാഹചര്യങ്ങൾ എത്ര വേണമെങ്കിലും അനീതി ചെയ്യട്ടെ, അതിനെ അതിജീവിക്കാൻ മനസാക്ഷിയെ മാത്രം ആശ്രയിക്കാമെന്നതും വീരത്വത്തിന് അർഹതയ്ക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതുമാണ്. ചന്തുവിൻ്റെ ജീവിതം മനുഷ്യൻ്റെ അകത്തുള്ള വികാരങ്ങളെ ആഴത്തിൽ വിവരിക്കുന്നു. സമൂഹം എത്രത്തോളം വ്യക്തികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, അവൻ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതെല്ലാം കഥയിൽ വ്യക്തമാണ്. MTയുടെ മറ്റനേകം കഥകൾ പോലെയാണ് ഇതിലും മനുഷ്യാവസ്ഥയുടെ തീവ്രത ചർച്ച ചെയ്യുന്നത്.
ഇതൊരു സാധാരണ കഥ മാത്രമല്ല, ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷങ്ങളുടെ ആഴം തിരയുന്ന മനോഹര സൃഷ്ടിയാണ്. വടക്കൻ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ചന്തുവിൻ്റെ കഥാപാത്രത്തെ ഒരു കരുണാനുഭൂതിയോടെ ആവിഷ്കരിച്ചതാണ് MT എന്ന വലിയ എഴുത്തുകാരൻ്റെ വലിയ സംഭാവന. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ റിലീസിംഗുമായി ബന്ധപ്പെട്ട് ചന്തു എന്ന കഥാപാത്രം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവായ MTയെ ഓർക്കാതെ വയ്യല്ലോ. മലയാള സാഹിത്യത്തിനും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച MT വാസുദേവൻ നായർ 2024 ഡിസംബർ 25 കോഴിക്കോട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് നമ്മെ വിട്ടു പിരിഞ്ഞു. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടും ആ മഹാനായ കലാകാരൻ്റെ മുമ്പിൽ തൊഴുതു വണങ്ങിക്കൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും